ആ സ്വാമി കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. മാഡം, എല്ലാം പറഞ്ഞതുപോലെ തന്നെ വന്നല്ലോ. നമ്മൾ നിശ്ചയിച്ച കാര്യങ്ങൾ ഞാൻ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. പക്ഷെ ഭാർഗവിയെ കൂടി തുണയായി കൊണ്ടുപോകാൻ ഒരിക്കലും സമ്മതിക്കരുതായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, അവൾ ഒറ്റയ്ക്ക് വേണമായിരുന്നു കാട്ടുമുത്തപ്പന്റെ അമ്പലത്തിലേക്ക് പോവാൻ. ഇനിയൊരു സ്ത്രീയെ കൂട്ടാമെന്ന് സമ്മതിച്ചാൽ തന്നെ അത് ഞാനൊരാളെ ഏർപ്പാടാക്കുമായിരുന്നു, എന്റെ ആളായിട്ട്. മാഡം പറയുന്നത് ശരി തന്നെ. പക്ഷേ എല്ലാ കാര്യവും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തിക്കുവാൻ ശ്രമിച്ചാൽ അവർക്ക് സംശയം വരില്ലേ? അതുമല്ല, ബ്രഹ്മദത്തൻ തിരുമേനി എന്ന ദിവ്യന്റെ പേരില്ല ഞാൻ ഈ കള്ളമൊക്കെ പറഞ്ഞത്. കുറ്റബോധം കാരണം എനിക്കതെങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതിയെന്നായിരുന്നു. എന്തായാലും ഞാൻ ചില കരുതലുകളൊക്കെ എടുത്തോളാം. കാര്യങ്ങൾ എന്റെ വഴിക്ക് തന്നെ ഞാൻ കൊണ്ടുവരും. മാഡം, ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്റെ പേര് പുറത്തു വരരുത്. അങ്ങ് പേടിക്കണ്ട, ഒക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഇനിയും സഹായം വേണ്ടി വരും. മാഡം വിളിച്ചാൽ മതി. ശരി. നന്ദു, മാറ്, ഞാൻ പോട്ടെ. ഇല്ല, കുറച്ച് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് പോയാ മതി. പ്ലീസ്, ഞാൻ വ്രതത്തില നന്ദു. ഭാര്യയും ഭർത്താവും ഇങ്ങനെ അടുത്തുനിന്ന് സംസാരിച്ചാൽ വ്രതം മുറിയെങ്കില് അതങ്ങ് മുടങ്ങട്ടെ. നന്ദു, പിന്നല്ലാതെ. അല്ല, നീ എന്താ ആലോചിച്ചോണ്ടാ ദേവി ഓരോന്ന് ചെയ്തു കൂട്ടുന്നേ? ഭജനത്തിന് പോകുന്ന അമ്പലം എവിടെയാണെന്ന് അറിയോ? അതൊരു വനപ്രദേശത്താ. പുലിയും കരടിയൊക്കെ ഉള്ള കാടാ. അതിനടുത്തുള്ള ആൾക്കാർ പോലും അവിടെ കൂട്ടം ചേർന്ന് മാത്രമേ പോകൂ. പകല് പോലും പേടിച്ചിട്ടാ സഞ്ചരിക്കുന്നത്. അപ്പൊ അവിടെ രാത്രി ഒറ്റയ്ക്ക് കഴിയാന്ന് വെച്ചാ? ഭാർഗവി ആന്റി കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഇതിന് സമ്മതിക്കില്ല. എന്നോട് ഇഷ്ടമാണെങ്കിൽ, എന്റെ സന്തോഷമാണ് നന്ദു ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ ഭജനത്തിന് പോവാൻ നന്ദു സമ്മതിക്ക് തന്നെ വേണം. എല്ലാം വ്യക്തമായി തീരുമാനിച്ചുറപ്പിച്ചിട്ടാ അന്ന് വ്രതം എടുക്കാൻ തുടങ്ങിയത്. എത്ര ആത്മാർത്ഥമായിട്ടാണോ തുടങ്ങിയത്, അത്രയും ആത്മാർത്ഥതയോടെയും പൂർണ്ണതയോടെയും വേണം പൂർത്തിയാക്കാൻ. പൗർണമി നാൾ വരെ ഞാൻ എന്റെ മനസ്സും ശരീരവും ഈശ്വരനെ ഏൽപ്പിച്ചിരിക്കുക. അപ്പോ എന്നെ ഈശ്വരൻ കാത്തോളും. നിന്നെ പോലെ നന്മയുള്ള ഒരാളെ ഈശ്വരൻ കാത്തോളും. ശരിയാ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ബുദ്ധിപരമായിട്ടും തിരിച്ചറിവോടെയാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഈശ്വരൻ ശ്രദ്ധിക്കും. രാത്രി ഇങ്ങനെ ഒരു വനപ്രദേശത്ത് ഒറ്റയ്ക്ക് കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ ഈശ്വരനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കൊന്നും സംഭവിക്കില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ആത്മവിശ്വാസം നല്ലതാ, പക്ഷെ അമിത ആത്മവിശ്വാസം കുഴപ്പങ്ങൾ കൊണ്ട് ചാടിക്കും. നന്ദു, ഈ കാര്യത്തിൽ നന്ദു തർക്കിക്കരുത്, തടയരുത്. ഞാൻ പൂർണ്ണമായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ആ ഭജനത്തിന് പോവാന്ന്.